എൻ്റെ ഒരു കാര്യം നോക്കണേ. ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്തതാണ് വിജയദശമിക്ക് മോനൊരു കുർത്ത ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണമെന്ന്. എൻ്റെ കയ്യിൽ ഓൾറെഡി മെറ്റീരിയൽ ഉണ്ടായിരുന്നതുകൊണ്ട് മെറ്റീരിയലിനെക്കുറിച്ച് ഞാൻ ബോധേഡായിരുന്നില്ല. നാട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഓരോ കാരണങ്ങൾ കൊണ്ടും എൻ്റെ മടി കൊണ്ടും ഞാൻ ചെയ്തില്ല. പിന്നെ ഓർത്ത് വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ലല്ലോ, നമ്മൾ ഫ്രീ അല്ലേ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഫ്രീ ആയിട്ടിരുന്ന് ചെയ്യാമെന്ന്. അങ്ങനെ വീട്ടിലെത്തി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം, അതായത് ട്യൂസ്ഡേ, ഞാൻ മെറ്റീരിയൽ എടുത്ത് നോക്കിയതും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അറിയുന്നത് ആ മെറ്റീരിയൽ കൊണ്ട് കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഭയങ്കര സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയലാണ്. തേഴ്സ്ഡേ ആണ് വിജയദശമി. എനിക്ക് കാര്യങ്ങൾ ഏകദേശം കൈവിട്ട് പോയി എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ആ കുർത്ത അങ്ങോട്ട് ഒഴിവാക്കി. ഞാൻ വേഗം നമ്മുടെ നാട്ടിലുള്ള ശോഭികയിൽ പോയി. അവിടെ പോയിട്ട് ഞാൻ മോൻ്റെ പാകത്തിന് പറ്റിയൊരു ഷർട്ട് എടുത്തു. മോനെ എഴുത്തിനിരുത്തുന്ന സമയത്ത് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു സരസ്വതി ദേവീൻ്റെ ഒരു ചെറിയ ഇത് ഷർട്ടിൽ വരയ്ക്കണം എന്നുള്ളത്. അന്ന് എനിക്ക് എന്തൊക്കെയോ കൊണ്ട് അത് പറ്റിയില്ല. ഞാൻ വിചാരിച്ചു വിജയദശമിക്ക് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ട് അടുത്ത പ്രശ്നം. ക്ലോത്തിൽ നോർമലി ഞാൻ ചെയ്യാറുള്ളത് ട്രേസ് ചെയ്യാണ്. പക്ഷേ ഇത് യെല്ലോ കളർ ട്രേസിങ് ഷീറ്റ് യൂസ് ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അതിൽ കറക്റ്റായിട്ട് ഇംപ്രഷൻസ് വരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ലാസ്റ്റ് നമ്മുടെ സരസ്വതി ദേവീനെ സെറ്റാക്കി. ബാക്കി നാളെ.